ചേച്ചിക്ക് ഇങ്ങനെ സുഖമില്ലാണ്ടായ ക്യാൻസറായിട്ട്. അപ്പോൾ ചേച്ചീനെ ഇങ്ങനെ ഡിവൈനിൽ കൊണ്ടുപോയി. ഭരതനാട്യം കളിക്കണം, അത് കളിക്കും, അതെന്നെ നിനക്ക് കാണുള്ളൂ. എൻ്റെ പേര് ശോഭ. ആദ്യം പേര് ശോഭയാണ്. ഞാൻ ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ കല്യാണത്തിന് ഹിന്ദു ഇതിൽ തന്നെ കല്യാണമെല്ലാം കഴിച്ച് ഇതാക്കിയത്. ഹിന്ദു ശാസ്ത്രത്തിന് തന്നെ കല്യാണം 2004 എൻ്റെ കല്യാണം കഴിഞ്ഞ്. 2005 എൻ്റെ മോൻ പറഞ്ഞു. അതിൽ പിന്നെ 10-11 കൊല്ലം അങ്ങനെ ഞങ്ങളുണ്ടായി. ഹിന്ദു ഇതിൽ തന്നെ ഉണ്ടായി. ഹിന്ദു അമ്പലത്തിൽ പോകാനും എല്ലാ ഇതിലും വരുത്തും. ഇവർ ആദ്യം നല്ല വിശ്വാസം ഉണ്ടായി ദൈവത്തിൻ്റെ അടുത്ത്. എൻ്റെ ഭർത്താവിന് എൻ്റെ ഭർത്താവിൻ്റെ ഇതിൽ ഞാൻ തന്നെ തെറ്റിച്ചത്. അതെന്ത് എനിക്ക് ദൈവത്തിനെ പറ്റിയിട്ടൊന്നും അറിയണ്ടായിട്ടില്ല. എന്താ യേശു അമ്പലം ഇല്ലാത്ത അത്ര ഇതില്ലാത്ത നമ്മളെ ദൈവം ഇല്ലാത്ത അതെന്ത് യേശു ദൈവം ഉണ്ടാ അങ്ങനെയൊന്നുമില്ല. അതിലൊന്നും പോകേണ്ട എല്ലാം ഒന്ന് തന്നെ ദൈവം. ഹിന്ദു ക്രിസ്ത്യാനി എല്ലാം ഒന്ന് തന്നെ, എല്ലാം ഒരേ ദൈവം തന്നെ, ഒന്നിൽ തന്നെ പോയാൽ മതി. ഇവരിനോട് പറയണ്ടേ. എനിക്കപ്പോൾ അറിയണ്ടായിട്ടില്ല എന്താന്ന് ഹിന്ദു ഇതിൽ തന്നെ നമ്മൾ പോണത്, അമ്പലത്തിലേക്ക് പോണതും എല്ലാം ഹിന്ദു. നമ്മളെ കുടുംബത്തിൽ പിന്നെ എൻ്റെ ചേച്ചിക്ക് ഇങ്ങനെ ക്യാൻസറായപ്പോൾ ചേച്ചീനോട് ഞാൻ പറഞ്ഞ് ഡിവൈനിൽ പോകണം, ചേച്ചി ഡിവൈനിൽ പോയാൽ എനിക്ക് സുഖമാവുമെന്ന്. അപ്പോൾ ചേച്ചീനെ ഡിവൈനിൽ കൊണ്ടുപോയി. ഡിവൈനിൽ കൊണ്ടുപോയപ്പോൾ അവിടുന്ന് സുഖമായിട്ട് വന്ന് ചേച്ചി. സുഖമായി വന്ന് അവർക്ക് കുറച്ച് വിശ്വാസം കുറവെല്ലാം ആയ മക്കൾക്കല്ലോ. അങ്ങനെ ഉള്ള മരുന്ന് അത് ഇത് മരുന്നെല്ലാം വാങ്ങിച്ച് കുടിച്ച്. അപ്പോൾ ചേച്ചിക്ക് അതിയായി. ചേച്ചി പിന്നെയും അല്ല, ചേച്ചീൻ്റെ വിശ്വാസം ചേച്ചി വിട്ടിട്ടില്ല. എൻ്റെ ദൈവം തന്നെ, എൻ്റെ ജീവമുള്ള ദൈവം തന്നെ എനിക്കുള്ളത്. വേറെ എവിടെ പോയാലും മാറില്ല, എൻ്റെ സൂക്കേട് മാറില്ല. ഞാൻ മരിച്ചാലും എൻ്റെ യേശുവിൻ്റെ അടുത്ത് ഞാൻ മരിക്കുള്ളൂ. ഞാൻ പോയാലും എൻ്റെ ആങ്ങളെ പറയൂ, നീ എന്താ ക്രിസ്ത്യാനിയല്ലേ, അങ്ങനെ തമാശയാക്കുക. അപ്പോൾ ഞാൻ ഒന്നും ഉണ്ടില്ല, ക്രിസ്ത്യാനിയല്ലേ. എന്നിട്ട് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. പള്ളിയിൽ പോയാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ജനിക്കാനേ എനിക്ക് ഭയങ്കര വിശ്വാസം വന്നു ദൈവത്തിന്. IMS ഇതിൽ പോയാൽ ഞങ്ങൾ IMS ധ്യാന കേന്ദ്രത്തിൽ പോയി. പിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസം വന്ന് കുർബാനേൻ്റെ പറ്റിയിട്ട് എനിക്ക് കിട്ടിയിട്ട് ചേച്ചീനെ കൊണ്ട് നമ്മൾ ഇത് ക്രിസ്ത്യാനിയിൽ വരുന്ന കാരണമാണ്. ചേച്ചിക്ക് ഇങ്ങനെ സുഖമില്ലാണ്ടായ ക്യാൻസറായിട്ട്. അപ്പോൾ ചേച്ചീനെ ഇങ്ങനെ ഡിവൈനിൽ കൊണ്ടുപോയപ്പോൾ ചേച്ചിക്ക് അവിടുന്ന് സുഖമായി. ഇവിടുന്ന് പോകുമ്പോൾ നടക്കാനൊന്നും പറ്റുന്നുണ്ടായിട്ടില്ല. നമ്മൾ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുണ്ടായി ഡിവൈനിക്ക്. സ്റ്റെപ്പെല്ലാം കയറ്റി മലയാള പള്ളിക്ക് സ്റ്റെപ്പെല്ലാം കയറ്റിയത് ഞങ്ങൾ തന്നെ. അപ്പോൾ അവിടുന്ന് വരുമ്പോൾ നല്ല ഉഷാറായി. അവിടുന്ന് ദൈവത്തിൻ്റെ ഇത് കിട്ടുമ്പോൾ നല്ല ഇത് തുള്ളിയുടെ ഡാൻസ് കളിക്കുന്നു. ചേച്ചി ഇവിടുന്ന് നടക്കാനൊന്നും പറ്റുന്നുണ്ടായിട്ടില്ല. അവിടെ പോയി ദൈവത്തിനെ ആരാധിക്കണതും കൈയോടെ ഡാൻസിലും അങ്ങനെ എവിടെ പോയാലും അങ്ങനെ ചേച്ചി. പിന്നെ തീരെ പച്ചമരുന്ന് കുടിക്കാൻ തുടങ്ങിയ അങ്ങനെ ചേച്ചിക്ക് അതിയായി പോയത്. അല്ലെങ്കിൽ ചേച്ചി പച്ചമരുന്നൊന്നും കുടിച്ചിട്ടില്ലെങ്കിൽ ചേച്ചി ഉഷാറാവുണ്ടായി. ചേച്ചി ഒരു മക്കൾ എന്ത് മരുന്ന് പറഞ്ഞാലും മേടിച്ചു കൊടുക്കുന്നുണ്ടായി. ദൈവത്തിലേക്ക് മാത്രം ഇപ്പോൾ വിശ്വാസമുണ്ട്. മോന് വിശ്വാസത്തിൽ വരുമോ. ചേച്ചീൻ്റെ ഇതിലേ ഞങ്ങൾ വന്നത് ദൈവത്തിൻ്റെ ഇതിൽ. അല്ലെങ്കിൽ ഇവരുടെ അച്ഛനമ്മയെല്ലാം ആദ്യം തന്നെ നമ്മളെ കാട്ടി 5-6 കൊല്ലം മുമ്പ് തന്നെ ദൈവത്തിനെല്ലാം സ്വീകരിച്ചിട്ടുണ്ടായി. നമ്മൾ അമ്മേൻ്റെ ഒരു കഴിഞ്ഞ 5 കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങൾ ദൈവത്തിനെ 5-6 കൊല്ലം കഴിഞ്ഞിട്ട് സ്വീകരിച്ചത്. ചേച്ചിനെ അതന്നെ ദൈവത്തിനെ കാട്ടി നമുക്ക് ഇതാക്കാൻ കഴിയില്ല. ദൈവത്തിനെ കാട്ടി നമ്മളിതായി നടന്നാൽ ദൈവം എപ്പോഴെങ്കിലും നമ്മളെ ഇറക്കും ദൈവത്തിലേക്ക്. അങ്ങനെ ചേച്ചി എപ്പോഴും പറയണ്ടേ, ദൈവം എന്നെ ഇറക്കിയത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ദൈവത്തിലേക്ക് പോയിട്ടില്ലാന്ന്. എൻ്റെ ദൈവം എന്നെ വിളിച്ചെടുത്തതാണ്. എനിക്ക് യേശുവിൻ്റെ പരമപ്രസാദം കിട്ടിയിട്ടേ കിട്ടണം. എനിക്ക് അപ്പം കിട്ടണം, എൻ്റെ യേശു എനിക്ക് കിട്ടണം, എന്നാലേ ഞാൻ സുഖമാവുള്ളൂ. പിന്നെ IMS നമ്മൾ പോയി. IMS പോയിട്ട് അവിടുന്ന് നല്ല വിശ്വാസം കുർബാനേൻ്റെ ഇതെല്ലാം കണ്ട് നമുക്ക് കുർബാന കിട്ടിയിട്ടേ കിട്ടണം ദൈവത്തിനോട് ചോദിച്ച്. അപ്പോൾ ദൈവം ഒരു ദിവസം പറഞ്ഞ്, നിൻ്റെ ഹൃദയത്തിക്ക് ഞാൻ വരും, ഞാൻ നിൻ്റെ അടുത്ത് വരുമോ, നിന്നെ സ്നേഹിക്കുന്നുണ്ട് ദൈവം എന്നോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചേച്ചിക്കും കിട്ടാൻ ആസമുണ്ടായി. ചേച്ചി പറഞ്ഞു, എന്തായാലും സ്വാമി എനിക്ക് ദൈവത്തിനെ കിട്ടിയിട്ടേ കിട്ടണം, എന്നാലേ എനിക്ക് വിശ്വാസം വരുള്ളൂ, ദൈവത്തിന് എനിക്ക് കിട്ടിയിട്ടേ കിട്ടണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഇപ്പോൾ വേണ്ട, നിങ്ങളൊപ്പം വേണ്ട, മക്കളെല്ലാം വിശ്വാസത്തിൽ വരട്ടെ. എല്ലാ മക്കളൊന്നും വരില്ല, എനിക്ക് എന്തായാലും ദൈവത്തിന് കിട്ടിയിട്ടേ കിട്ടണം. അപ്പോൾ ചേച്ചി ഞങ്ങൾ 5 പേരും, എൻ്റെ 2 മക്കളും എൻ്റെ ഭർത്താവും, ഞങ്ങൾ 5 പേരും ഇവിടെ വള്ളിത്തോട്ടിൽ ഇത് ദൈവത്തിൻ്റെ സാധനം എടുക്കാൻ പോയി. ചേച്ചി കിട്ടിയിട്ടേ കിട്ടണമെന്ന്. അന്ന് നല്ല മണ്ണ് കല്യാണം പെണ്ണിൻ്റെ അങ്ങനെ ഒരുങ്ങിയിട്ട് വന്നിട്ടില്ല ചേച്ചി.
എൻ്റെ ദൈവത്തിന് കിട്ടും. ഞാൻ ഒരുങ്ങിയിട്ട് വരും. എൻ്റെ ദൈവത്തിന് എനിക്ക് കിട്ടണം. പണേ പോണം എൻ്റെ ദൈവത്തിന്. ആര് വിട്ടാലും ഞാൻ വിടില്ല. ഞാൻ മരിച്ചാലും എൻ്റെ ദൈവത്തിൻ്റെ അടുത്തേ ഞാൻ മരിക്കുള്ളൂ. അങ്ങനെ ഏച്ചി നല്ല വിശ്വാസത്തിലുണ്ടായി. ഏച്ചിന് അതേപോലെ പള്ളി ഒരു ദിവസം ഏച്ചി ഇവിടെ ഉണ്ടായിട്ടില്ല. പള്ളിക്ക് പോലെ ആരും വന്നിട്ടില്ലേ. മക്കൾ പറയൂ അമ്മയ്ക്ക് എന്താ വലിയ വിശ്വാസം ദൈവത്തിൻ്റെ അടുത്ത്. പള്ളി തൊട്ടാഴ്ച ആഴ്ച പോവും. അവിടെ പോയിട്ട് നമ്മൾ ഹിന്ദുവിന് പോയാൽ എന്താ സുഖമാവില്ലേ. പിന്നെ മോൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഹിന്ദു അവിടെ ഇവിടെ നട്ട് പോവാ, നിനക്കൊന്നും സത്യദൈവത്തിനൊന്നും കാണില്ല. അവിടെ പോയാൽ അവിടെ തുള്ളി കളിക്കലും ഭരതനാട്യം കളിക്കലും അത് കളിക്കും. അതന്നെ നിനക്ക് കാണുള്ളൂ. അതിൻ്റെ ബലി വേണം, ഈ ബലി വേണമെന്ന് നമ്മളെ ദൈവം അതൊന്നും ചോദിക്കില്ല. നമ്മളെ ദൈവം എന്ത് ചോദിക്കണേ? നിന്റെ ഹൃദയവും നിന്റെ ഇതും എനിക്ക് തന്നാൽ മതി. എനിക്ക് വേറെ ഒന്നും വേണ്ട. നിന്റെ ദൈവം നമ്മളെ ദൈവം എന്ത് ചോദിക്കണേ? നമ്മളെ ദൈവം അതൊന്നും വേണ്ട. നിന്റെ മനസ്സ് എനിക്ക് വേണം. നിന്റെ സന്തോഷമായിട്ട് നീ നടക്കണ എനിക്ക് വേണം. കുറേ സ്വർണം പൈസയും നീ കൊണ്ടുവന്ന് തരണ്ട. എനിക്ക് കുറേ സാമ്പ്രാണി പോകുകയും ഊതൊത്തി ഒന്നും എനിക്ക് വേണ്ട. നിന്റെ മനസ്സൊന്നും ഉണ്ടെങ്കിൽ എനിക്ക് മതി. അത് ദൈവം എൻ്റെ അടുത്ത് പറയല്. പിന്നെ നീ കുറേ ഊതുവത്തി കൊണ്ടുപോവാ, കുറേ സാമ്പ്രാണി കൊണ്ടുപോവാ, കുറേ പൈസ കൊണ്ടുപോവാ. അതൊന്നും നമ്മളെ ദൈവം പറഞ്ഞിട്ടില്ല. ചേച്ചി എന്നോട് അതന്നെ ഫോണിൽ എപ്പോൾ നോക്കിയാൽ എൻ്റെ അടുത്ത് അതന്നെ ചേച്ചി മരിക്കണവരെ നീ മാത്രം ദൈവത്തിനെ വിടണ്ട സ്വാമേ. ആരെന്ത് പറഞ്ഞാലും ദൈവത്തിൻ്റെ അടുത്ത് ഒരു പള്ളിക്ക് പോലും വിടണ്ട. ഒരാഴ്ച വിടാണ്ട് പോകണം നീ. ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടം. ആര് വന്നാലും ദൈവത്തിനെ പറ്റിയിട്ടേ പറയല്. അതിന് ചേച്ചി എൻ്റെ ദൈവം തന്നെ എന്നെ ഉണർത്തിയത് തന്നെ. എൻ്റെ ദൈവം തന്നെ ഇങ്ങനെ എന്നെ ഉണർത്തിയെടുത്തത്. ഞാൻ മരിക്കാനുള്ള ആളിനെ എന്നെ ഉണർത്തിയത് എൻ്റെ ദൈവമാണ്. ആര് വന്നാലും വീട്ടിൽ വന്നാലും അവരിനോട് പറയൂ, അല്ല നിങ്ങളും വിശ്വസിച്ചിട്ട് ജീവനുള്ള ദൈവത്തിൻ്റെ അടുത്ത് വരി. നിങ്ങൾ അവിടെ ഇവിടെ പോകും, നിങ്ങളെ ജീവിതം നാശാക്കണ്ടെന്ന് ചേച്ചി എപ്പോഴും എല്ലാവരും വന്നോണ്ട്. ചേച്ചി ഇപ്പം ജീവിതത്തോടുണ്ട് സ്വർഗത്തിൽ പാങ്ങല്. എൻ്റെ ചേച്ചി ഞാൻ മാസത്തിലൊരിക്കൽ എൻ്റെ ചേച്ചിക്ക് കുർബാന കൊടുക്കും ചേച്ചീൻ്റെ പേരിൽ.